ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് ആര്യൻ അങ്ങനെ പടിയിറങ്ങിയിരിക്കുകയാണ്. ആര്യനെ പറ്റി ലാലേട്ടൻ തന്നെ പറയുന്ന ആദ്യത്തെ വാക്കിതാണ്, ആര്യൻ യു പ്ലേഡ് വെൽ. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? അയാൾ അത്രയും അടിപൊളിയായിട്ട് തന്നെയാണ് നിന്ന് അവിടെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ഇനി അവിടെ ഉണ്ടാകാനുമില്ല. അത്ര അധികം തന്നെ അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും ഉള്ള പോലെ തന്നെ ചെറിയ രീതിയിൽ തന്നെയുള്ള നെഗറ്റീവുകളുണ്ട്. അതിനെ നമുക്ക് അത്രയും മോശമായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് ഇത്രയും നേരം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ സാബുമാനൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? സാബുമാൻ വിചാരിക്കുന്നത് സാബുമാൻ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നതെന്നാണ്. എന്നാൽ പുറത്തിറങ്ങിയതിന് ശേഷം ഏറ്റവും വലിയ വാഴയ്ക്കുള്ള വിളി കേൾക്കാൻ പോകുന്നതും അത് സാബു തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്ന, ഇത്രയധികം തന്നെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് ഗെയിം കളിക്കുന്നതും അത്രയ്ക്ക് ഒരു കംപ്ലീറ്റ് പാക്കായിരുന്നു സത്യം പറഞ്ഞാൽ ആര്യൻ. അപ്പോൾ ആര്യൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു അൺഫെയർ എവിക്ഷൻ തന്നെയാണ്, അല്ലാതെ വേറെ ഒരു വാക്കില്ല ഇതിന്. എനിക്ക് ആര്യൻ്റെ കാര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച വിന്നറാകാൻ വരെ കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യൻ പുറത്താകുന്നതിനോട് എനിക്ക് വലിയ രീതിയിൽ തന്നെ ഒരു വിയോജിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത സീസൺ തൊട്ട് സാബുമാനെ പോലെ ഒരു 20 പേര് വന്നാൽ മതി, ആരും മിണ്ടണ്ട. ആ സീസൺ തന്നെ അങ്ങ് കുളമാക്കി കൊടുത്തേക്കാം, അതെല്ലാം നല്ലത്. എല്ലാവർക്കും അങ്ങനെ മിണ്ടായിരുന്നു നന്മപരം കളിക്കാം. ഇങ്ങനെ കളിക്കാൻ ആർക്കാണ് പറ്റാത്തത്? എല്ലാവർക്കും പറ്റും. വളരെ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനാണ്, അതല്ലാതെ വേറെ ഒന്നും ഇതിന് പറയാൻ വാക്കുകളില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. PR-ൻ്റെ ഒരു വലിയ കളികളൊക്കെ തന്നെയാണ് ഫിനാലെ എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സീസണിലും അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്.